ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ്. ഞങ്ങളതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഞങ്ങൾ നന്നായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. കേരളത്തിൽ എല്ലായിടത്തും വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി. ഞങ്ങൾ എല്ലാ വീടുകളിലും ഭവന സന്ദർശനം നടത്തി. ഞങ്ങൾ എല്ലാ വാർഡുകളിലും കുടുംബസംഗമങ്ങൾ നടത്തി. ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും പദയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തയ്യാറെടുപ്പാണ്. നല്ല വിജയം UDF-നുണ്ടാവും. അല്ലല്ല, അങ്ങനെ കോൺഗ്രസ് അതിപ്പോൾ വന്ന വാർത്തയിലല്ലേ. കോൺഗ്രസ് നേരത്തെ തൊട്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാറില്ല. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയിലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോൾ കർണാടകയിൽ നമ്മൾ ജയിച്ചില്ലേ, തെലങ്കാനയിൽ ഞങ്ങൾ ജയിച്ചില്ലേ, അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ. അവിടെ സിദ്ധരാമയ്യെ പോലുള്ള സീനിയറായിട്ടുള്ള ഒരാളുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പോലും പ്രഖ്യാപിച്ചില്ലത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വർഷങ്ങളായി എടുത്തിരിക്കുന്ന രീതിയാണ്. അപ്പോൾ അത് പുതിയ വാർത്തയല്ല, അത് പണ്ട് എല്ലാവർക്കും അറിയാവുന്നത്. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ 100-ലധികം സീറ്റുമായി 2026 UDF തിരിച്ചു വരും. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ടീം വർക്കാണ്. അത് ഒരു നറേറ്റീവ് ഉണ്ടാക്കി. ഇപ്പോൾ CPM നറേറ്റീവാണ്, കോൺഗ്രസിൽ കുഴപ്പമോ കോൺഗ്രസ് അത് പറഞ്ഞ അവസാനം LDF-ൽ കുഴപ്പമില്ലേ, LDF-ൽ കുഴപ്പമില്ലേ. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ. അതൊന്നും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട, മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. കേൾക്കി, അത് DCC എപ്പോഴാണ്, KPCC എപ്പോഴാണെന്നും മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. CPM നിങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ആണോ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയെ വയ്ക്കുന്നത്, സെക്രട്ടേറിയറ്റ് മെമ്പർ വയ്ക്കുന്നത്, ജില്ലാ സെക്രട്ടറിയെ വയ്ക്കുന്നത്, രാവിലെ എല്ലാവരെയും കൂടി മാധ്യമപ്രവർത്തകരെ എല്ലാം കൂടി വിളിച്ചു കൂട്ടിയിട്ട് വരുത്തിയിട്ടാണോ? അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അല്ല വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല. അതൊന്നും മാധ്യമപ്രവർത്തകരോട് ഞാൻ സ്നേഹത്തിലാണ് പറഞ്ഞത്. അന്നും സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ കൈരളിയിലെ എക്സിക്യൂട്ടീവിനെ വെക്കണ കാര്യം KPC എക്സിക്യൂട്ടീവ് തീരുമാനിച്ചാൽ മതിയാ. അല്ല, ഞാൻ ചോദിച്ചത് കൈരളിയിൽ ഒരു എക്സിക്യൂട്ടീവിനെ വെക്കണം, ഒരു അപ്പോയിന്റ്മെന്റ് കേൾക്ക്. ഞാൻ പറഞ്ഞേക്ക് കുറച്ച് റിപ്പോർട്ടർമാരെ വെക്കുന്നു. അന്ന് നാളെ മുതൽ കൈരളിയിലെ റിപ്പോർട്ടർമാരെ KPC എക്സിക്യൂട്ടീവ് കൂടിയിട്ട് തീരുമാനിക്കുക. അത് പറ്റുമോ? അത് കൈരളിയുടെ മാനേജ്മെന്റാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട്. കൈരളിക്കാർ തീരുമാനിക്കേണ്ട. തിരുവനന്തപുരം DCC പ്രസിഡന്റ് ഞങ്ങൾ തീരുമാനിച്ചോളാം. ശരി.